ഇസ്രായേലിന്റെ കൂട്ടക്കൊല തടയാൻ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്ന് ഇറാന്റെ പുതിയ പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന പ്രസ്താവന പുറത്തു വന്നത്. മസൂദ് പെസസ്കിയാൻ, ഇപ്പോഴത്തെ നിലവിലെ ഇറാന്റെ പ്രസിഡന്റ്, പറയുന്ന കാര്യം ഇതാണ്: ഇസ്രായേലിന്റെ കൂട്ടക്കൊല തടയുന്ന കാര്യത്തിൽ മുസ്ലിം രാജ്യങ്ങൾ വലിയ പരാജയത്തിലാണ്. അവർ ഏകോപനത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നില്ല. ആയതിനാൽ ഫലസ്തീൻ ഒറ്റപ്പെട്ടു പോകുന്നു. ഈ അവസരം ഉപയോഗിച്ചാണ് ഇസ്രായേൽ വലിയ രീതിയിലുള്ള കൂട്ടക്കൊലകൾ ഫലസ്തീനകത്ത് നടത്തുന്നത്. നമ്മൾ മൗനം പാലിക്കുന്നത് അർത്ഥമില്ല. ഐക്യത്തോടു കൂടി പ്രതിരോധം ഉണ്ടാക്കണം, പ്രതിഷേധിക്കണം എന്ന തരത്തിലാണ് പുതിയ പ്രസിഡന്റിന്റെ നിലപാടുകളും സമീപനങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മുൻപേ ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തിന്റെ തുടർച്ച തന്നെയാണ്. ഇറാൻ മുൻപേ എടുത്തിരിക്കുന്ന നിലപാട് ഒറ്റ നിലപാട് തന്നെയാണ്: ഏകോപനത്തോടു കൂടി ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഒരിക്കലും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു അവസാനം, ഒരു നാന്ദി ഉണ്ടാവില്ല എന്ന തരത്തിലാണ്. അത് ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം, അന്നത്തെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞിട്ടുണ്ട്. ജിദ്ദയിൽ ആദ്യഘട്ടത്തിൽ തന്നെ നടന്ന അറബ് ഉച്ചകോടിയിലാണ് ഇറാന്റെ നിലപാട് കൃത്യവും വ്യക്തമായ രീതിയിൽ ഇബ്രാഹിം റൈസി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: നമ്മൾ രാവിലെ ഒത്തുകൂടി വൈകുന്നേരം കാവ കുടിച്ച് പിരിയുന്നതിനപ്പുറമായ രീതിയിൽ ഒരു നിലപാടും സമീപനം എടുത്തുകൊണ്ട് പിരിയാനുള്ള ഒരു തന്റേടം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആത്മധൈര്യം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഫലസ്തീൻ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നത് പതിറ്റാണ്ടുകളായി, 70 വർഷത്തിലധികമായി. 1948 ശേഷം വലിയ പ്രയാസങ്ങളും വലിയ ദുരന്തങ്ങളും വലിയ അഭയാർത്ഥി പ്രഭാവമാണ് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനുകളുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു കണക്ക് പറയാൻ ഇപ്പോൾ UN സഭയ്ക്ക് പറയാൻ പറ്റാത്ത വിധമാണ് അവിടെ മരണങ്ങൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ മരണങ്ങളല്ല, കൂട്ടക്കൊലകളാണ്. ആയതിനാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരെ സൈനികമായിട്ട് സഹായിക്കാൻ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരണം. ഇബ്രാഹിം റൈസി മുന്നോട്ട് വെച്ചിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന 3-4 നിർദ്ദേശങ്ങൾ ഇതായിരുന്നു. 56ഓളം മുസ്ലിം രാജ്യങ്ങൾ ഒത്തുകൂടിയിരിക്കുന്ന ഉച്ചകോടിയാണ് മുഹൂർത്തഘട്ടത്തിൽ, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ മുഹൂർത്തഘട്ടത്തിൽ. യുദ്ധം തുടങ്ങി ഏകദേശം 3 മാസം കഴിഞ്ഞ സമയത്താണ് ഈ ഉച്ചകോടി ജിദ്ദയിൽ ആരംഭിച്ചത്. 3-4 ഉച്ചകോടിയെങ്കിലും ജിദ്ദയിൽ നടന്നിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഉച്ചകോടിയാണ് അന്ന് നടന്നത്. അത് ആദ്യമായ രീതിയിൽ ഇറാൻ, അതായത് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇറാന്റെ ഒരു പ്രസിഡന്റ് സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രാധാന്യം കൂടി ആ മീറ്റിലുണ്ടായിരുന്നു. അങ്ങനെ സൗദി അറേബ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന രാജാവായിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവാണ് അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഓരോരോ രാജ്യങ്ങൾക്കും അവരുടേതായിരിക്കുന്ന അഭിപ്രായം പറയാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നത് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവായിരുന്നു. അദ്ദേഹം ഇറാനെ വിളിച്ച സമയത്താണ് ഇറാന്റെ പ്രസിഡന്റ് തങ്ങളുടേതായിരിക്കുന്ന നിലപാട് കൃത്യമായ രീതിയിൽ പറഞ്ഞത്. അതിൽ പറയപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭീകര രാജ്യമാണ്, ഭീകര രാജ്യമായി നമ്മൾ പ്രഖ്യാപിക്കണം. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഭീകര രാജ്യത്തിന്റെ നേതാവാണ് എന്ന് നമ്മൾ പറയണം. അവരുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധവും അവസാനിപ്പിക്കണം. അത് സർവ്വ മേഖലയിലും, അത് യുദ്ധമേഖല എന്നല്ല, നിത്യാവശ്യങ്ങളൊക്കെ പലതും അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട്. പല വസ്തുക്കളും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് അറബ് രാജ്യങ്ങൾക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവിധ കടൽ മാർഗം, കരമാർഗം, ആകാശമാർഗം ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ മുഴുവനും അവസാനിച്ചു എന്ന് പ്രസ്താവന ഇറക്കണം എന്നാണ് ഇബ്രാഹിം റൈസി അന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ആരാണോ ഇപ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരെ സൈനികപരമായിട്ട് സഹായിക്കണം. പിന്നെ അടുത്ത പ്രാവശ്യം എന്ന് പറയുന്നത്, പാലസ്തീനെതിരെ യുദ്ധങ്ങളും വിഷയകാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഏകോപനത്തോടു കൂടി ഒരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് അല്പാൽപമായ രീതിയിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തണം. ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് അന്ന് മുന്നോട്ട് വന്നത്. അത് ആരും അന്ന് സ്വീകരിച്ചിട്ടില്ല. ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന അഭിപ്രായങ്ങളും നിലപാടുകളും പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ മീറ്റിംഗ് അവസാനിച്ചത്. അടുത്ത മീറ്റിംഗിന്റെ തീയതി തീരുമാനിച്ചുകൊണ്ട് മീറ്റിംഗ് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ അത് പറയാം. അത് തമാശ രൂപത്തിൽ ചില മീഡിയകളൊക്കെ അത് അങ്ങനെ തൊട്ടടുത്ത ദിവസത്തെ തീയതി നിശ്ചയിച്ചുകൊണ്ട് ഈ പ്രാവശ്യവും ഇതുപോലെ തന്നെ, മുൻപ് കഴിഞ്ഞ പോലെ തന്നെ അറബ് ഉച്ചകോടി അവസാനിച്ചു എന്ന തരത്തിൽ. നിലവിലെ അതിനുശേഷം ഇബ്രാഹിം റൈസുമായിട്ട് ബന്ധപ്പെട്ട ഹെലികോപ്റ്റർ വിമാന ദുരന്തവും പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും അടക്കം വലിയ നേതാക്കന്മാർ ആ രാജ്യത്ത് നഷ്ടപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഹെലികോപ്റ്റർ ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ കനമുള്ളതായിരുന്നു. അതിന്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന സത്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്ന യാത്രക്കിടയിലാണ്
ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത്. അങ്ങനെയാണ് ഇവർ മരണപ്പെട്ട വിവരം പുറത്തു വരുന്നത്. അപ്പൊ അതേക്കുറിച്ചൊക്കെ രഹസ്യമായിരിക്കുന്ന അന്വേഷണങ്ങളൊക്കെ അതിന്റെ തുടർച്ചയായ രീതിയിൽ നടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ മറ്റുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ രീതിയിലുള്ള നിലപാടുകളൊന്നും പിന്നീട് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെയൊന്നും ഇനി സംസാരിച്ചോളണമെന്നില്ല, കാരണം വലിയ നേതാവ് നഷ്ടപ്പെട്ടത് കൊണ്ട് അവർ അങ്ങനെ ഒതുങ്ങി നിൽക്കും എന്ന തരത്തിൽ ചില മേഖലയിലൊക്കെ യുദ്ധത്തിന്റെ കാഠിന്യം വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ ഹൂത്തികളുടെ ഭാഗത്തുനിന്നോ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നോ ഇറാഖിലെ മലീഷ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നോ അത്തരം എന്തെങ്കിലും ഒരു പരാജയ രീതി അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി ഹൂത്തികൾ ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടിരിക്കുന്ന ഡ്രോണ് നിർമ്മിച്ചത് അല്ലെങ്കിൽ അവരുടെ ഇറാന്റെ ഡ്രോണാണ് എന്ന് തെളിയുകയും ചെയ്തു. അപ്പൊ ഇറാൻ യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ ഇപ്പോഴും വലിയ രീതിയിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്ന് തെളിയിച്ചതാണ് ഹിസ്ബുള്ള ഹൂത്തികൾ അവസാനമായി തെല്ലവീവിലേക്ക് വിട്ട ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ പോയി ഏകദേശം ഇപ്പോൾ 10ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയത്താണ് ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പ്രസിഡന്റായിട്ട് അധികാരമേറ്റു. അദ്ദേഹം അവരുടെ നിലപാട് പറയുന്നത് കൂട്ടക്കൊലകൾ തുടരുന്നു ഗസയുടെ ഭാഗങ്ങളിൽ. അതിന് അറബ് രാജ്യങ്ങൾ ഏകോപനത്തോടു കൂടി നിൽക്കണം. അഭിപ്രായം പറയാതിരിക്കുന്നതും മിണ്ടാതിരിക്കുന്നതും വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും ഒരു രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഈ അഭിപ്രായത്തിന് തുർക്കി ശരിവെച്ചിട്ടുണ്ട് എന്ന ഒരു പ്രാദേശിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്, ഔദ്യോഗിക റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും. അപ്പൊ തുർക്കി ഏറെക്കുറെ ഇപ്പോൾ മൗനത്തിലാണ്. ക്യാൻ യൂണിസിന്റെ ഭാഗങ്ങളിലും റഫേയുടെ ഭാഗങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടാകുന്ന ആ ഘട്ടത്തിലൊക്കെ അതിശക്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങളായിരുന്നു തുർക്കിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത്ര കാഠിന്യമുള്ള അഭിപ്രായങ്ങളൊന്നും അവരുടെ ഭാഗത്ത് കേൾക്കുന്നില്ല. ഏത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ഒരു യുദ്ധം കാഠിന്യമാവുകയോ അതല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ പരസ്യമായ രീതിയിൽ ഏതെങ്കിലും രാജ്യങ്ങൾ സഹകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുർക്കി ഫലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് മുന്നേ രംഗത്ത് വരാനുള്ള സാധ്യത ഇതിനിടയിൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തിയതാണ്. യുദ്ധത്തിന്റെ അവസ്ഥയും സാഹചര്യങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഇനി മുന്നോട്ട് ഏതവസ്ഥയിലേക്ക് നീങ്ങും, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതികൾ എന്നൊക്കെ വിലയിരുത്തുന്നതിനോടനുബന്ധിച്ച് ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇറാന്റേതായിരിക്കുന്ന നിലപാട് ശക്തമായി തന്നെ പറഞ്ഞു. ഏറെക്കുറെ മിതവാദിയായിരിക്കുന്ന നേതാവായിട്ടാണ് മസൂദ് പെസസ്കിയാനെ വിലയിരുത്തുന്നത്. എന്നാൽ മസൂദ് പെസസ്കിയാനെ വിലയിരുത്തുന്ന സമയത്ത് അദ്ദേഹം മിതവാദിയായിട്ട് മൗനം പാലിക്കുന്ന വ്യക്തിയാണ് എന്ന് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ഏറെക്കുറെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന മൂല്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും നിലപാട് പറയുകയും ചെയ്യുന്ന വ്യക്തി തന്നെയാണ് മസൂദ് എന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നത് യഥാർത്ഥത്തിൽ ശരിയാണ്, അല്ലെങ്കിൽ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന. അറബ് ലോകമേ ഉണരൂ, നിങ്ങൾ ഇപ്പോഴും ഉറക്കത്തിലാകുന്നു. പാലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ കുറിച്ച് നിങ്ങൾ അറിയുന്നില്ലേ, കേൾക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? എന്നിട്ടും നിങ്ങൾ എന്തേ പ്രതികരിക്കുന്നില്ല? ആവശ്യത്തിനും അനാവശ്യത്തിനും അന്താരാഷ്ട്ര മേഖലയിൽ നടക്കുന്ന സംഭവങ്ങളും അല്ലാത്തതിനും കൃത്യം വ്യക്തമായിരിക്കുന്ന നിലപാട് പറയുന്ന അറബ് രാജ്യങ്ങൾ പാലസ്തീന് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് മാത്രം മൗനം പാലിക്കുന്ന രീതികൾ ശരിയല്ല. ഇങ്ങനെ പോകുന്ന അതിന്റെ പരാമർശങ്ങൾ, ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞതല്ല. പക്ഷേ ചില റിപ്പോർട്ടർമാർ ഈ വാക്കിനോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ, ഇസ്രായേലിൽ കൂട്ടക്കൊല തടയാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരണം, മൗനം പാലിക്കുന്ന രീതികൾ ശരിയല്ല, ആ സമീപനത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. വലിയ ദുരന്തങ്ങളും വലിയ വിഷയങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും മരണസംഖ്യ കൂടും. അങ്ങനെ യുദ്ധവിരാമത്തോടനുബന്ധിച്ച് പാലസ്തീനികളുടെ ജനസംഖ്യാനുപാതികപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഞെട്ടലായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ ഇപ്പോൾ ലിസ്റ്റിൽ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന 38,000-ത്തിലധികം ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് മരണപ്പെട്ടവരുടെ ലിസ്റ്റ് കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുന്നത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപാട് ആളുകളുടെ മൃതദേഹങ്ങളൊക്കെ ഇപ്പോഴും പല ബിൽഡിങ്ങിന്റെ അടിയിലും കുടുങ്ങിയിരിക്കുന്നു. അവരൊന്നും കൃത്യമായ രീതിയിൽ എടുക്കാനോ അടക്കം ചെയ്യാനോ സാധിക്കാത്തൊരു പ്രതിസന്ധി ഉണ്ട്. കാരണം യുദ്ധം തുടർച്ചയായി നിൽക്കുന്ന സമയത്ത് യുദ്ധ ഭീതി ഒയ്യാത്ത പ്രദേശത്ത് നിന്ന് അത്തരം അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. മാത്രമല്ല കൃത്യമായിരിക്കും ചികിത്സ കിട്ടാനുള്ള ഒരു സംവിധാനവും പാലസ്തീനിൽ ഇപ്പം ഇല്ല എന്ന് തന്നെ പറയാം. സർവ്വ മേഖലയും തകർന്നിരിക്കുകയാണ്. ആശുപത്രിയും അഭയാർത്ഥി കേന്ദ്രം പോലും ആക്രമിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷമുണ്ട്. ഉള്ള ആശുപത്രിയിൽ തന്നെ ചികിത്സക്ക് മരുന്നില്ലാത്തൊരു വിഷയം, അവിടെ ധൈര്യസമേതം ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനവും നിലനിൽക്കുന്ന സമയത്ത് നിങ്ങൾ മൗനം പാലിക്കുന്നതും മിണ്ടാതിരിക്കുന്നതും ശരിയല്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ പ്രസിഡന്റിന്റെ നിലപാട്.